मीठा पान लो भैया। चिकनी क्या माल है। अच्छा दाम है भैया आपका। अगर यही आदत रहेगा तो ये दाम नहीं रहेगा, कोई मार के निकालेगा। मेरा जूता देखा, किस लिए पहना है मालूम? बस चलने के लिए नहीं, तुझ जैसे हरामियों को तोहफा देने के लिए। बीड़ी सिगरेट मुर्गान पान मिलात आ ചേട്ടാ സുഖാണോ? ഒരു 400 പീസ് എടുക്കട്ടെ ചേട്ടാ. എന്താടി മൊത്തത്തിൽ കൊടുക്കൂ? എന്തോ മുറുക്കാൻ മൊത്തത്തിൽ കൊടുക്കൂന്ന് ചോദിച്ചതാ. പിന്നെന്താ കൊടുക്കാല്ലോ, വേണോ? എന്റെ പൊന്ന് ചേട്ടാ, 2 വയറ് കഴിയാൻ വേണ്ടിട്ടേ പൊരിവേലത്തി പെട്ടിയും തൂക്കി നടക്കണേ. ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട, അരി മേടിച്ചാ മതി. കളിയാക്കല്ലേ. ഒരു പാക്കറ്റ് ഗോൾഡ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം പൂച്ച. പൂച്ചയല്ലടാ, പുലി. പുലിക്കുട്ടി. പുലിയോ? ഹലോ അണ്ണാച്ചി, നോക്കിവാ. നല്ല പാൻ സാപ്പിട്ട് പോകണ്ടേ, നല്ല ദമ്മ പോല. 1 വേണമാ 2 വേണമാ? അന്ത കിളിക്കൊണ്ട് കൊടു, വണ്ടിയിലൊക്കെ അത് തൂങ്ങാൻ മാറ്റി ദടിയ. നല്ല പുളിച്ച തെറിയാൻ പറയും. മലയാളിയാ? നമ്മളെ തമിഴാന്ന് തോന്നി. ഒരു തമാശ പറഞ്ഞ ചേട്ടാ, ക്ഷമിക്ക്. നമ്മളേതായാലും മലയാളിയാണോ, തെലുങ്കത്തിയാണോ, ഹിന്ദിയാണോ, അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ? അച്ഛൻ മലയാളി, അമ്മ ഗുജറാത്തി. എടുക്കട്ടെ ചേട്ടാ? നിന്നെടുത്തോളാം. നീ എടുക്കണ്ട, അവൾ എടുക്കട്ടെ. ഒരു 3 എണ്ണം 120. 3 എണ്ണത്തില് 1 പൊതിയണോ? വേണ്ട, 1 ഇവന്, 1 എനിക്ക്, 1 നിനക്ക്. എന്റെ വക. എനിക്കോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം, അതിന് ചേട്ടന്റെ കാശ് മുടക്കണ്ട. അത് സാരല്ല, 1 എണ്ണം ഈ വായിലിട്ടാ കുറച്ചു നേരം ഈ വായ നടഞ്ഞു കിട്ടുമല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, വായിട്ടലച്ചാലേ ഒരു മുറുക്കാൻ വാങ്ങും. 2 മതി. ഈ വായിൽ മുറുക്കാൻ ചവച്ച് ഈ ചിരിയുടെ ഭംഗികളേണ്ട. ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ടിട്ടാ. പയ്യൻ തലയിരിക്കുമ്പോ വാലാണ്. ഇവനെ വാലാട്ടുന്ന വർഗ. പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. എന്നാടാ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാം. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണേ? മുറുക്കാനും തിന്നാം, പേരും അറിയാം. പേര് പറയുന്നതിന് എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറയ്. രുദ്രാണി. രുദ്രാണി ഒന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. എന്താടി ഒരു ചിരിയും കളി? എന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ആ കിളിച്ചോ, പക്ഷേ ലോറിക്കാരോടാ അത് ഓർത്തോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. നിന്നെ അല്ല, നിന്റെ തന്തേനെ തല്ലണ്ടേ. എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഈ ലോറിക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടരുന്നു. ഒരു 100 വട്ടം ഞാൻ ആ കളവനോട് പറഞ്ഞതാ. അയാള് വിചാരിക്കണ്ടോ നീ ഏതെങ്കിലും ലോറിക്കാരന്റെ കഴിച്ചത്തും ഞാൻ കൂടെ പോയിക്കോളൂന്ന്. നടക്കില്ല. നീയേ എനിക്കുള്ളതാ. അതും നടക്കില്ല. ആഹാ, എന്നാ നിന്റെ തന്ത വീട് വെക്കാൻ വാങ്ങിയ 25,000 രൂപ ഇങ്ങോട്ട് വെക്കടി. എന്നിട്ട് വലിയ വർത്താനം പറ. മര്യാദക്ക് നിന്നാ നിനക്ക് നിന്റെ അച്ഛനും നല്ലതാ. എടഞ്ഞാണ്ടല്ല, ഈ സുധാരം വെറും ചെറ്റ. അത് മറക്കണ്ട. എന്താ എന്റെ മോളുടെ മുഖം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാലിന് വേദനയുണ്ട്. കുറവുണ്ട്, നീര് പറ്റി. 2 ദിവസം കഴിഞ്ഞാൽ നടക്കാം. ഭാഗ്യം. എന്റെ മോള് വെയില് കൊണ്ട് കറുത്തു. അത് അച്ഛന് തോന്നണതാ. അച്ഛന് സുഖാണവരെ. നമുക്ക് ചാവക്കാട് പപ്പനിയമ്മയുടെ വീട്ടിൽ പോയി നിന്നാലോ? വേണ്ട അച്ഛാ, അച്ഛന്റെ സ്വന്തം ചേട്ടന് പോലും നമ്മൾ ചെല്ലണത് ഇഷ്ടമല്ല. പിന്നെയാണോ അമ്മയുടെ വീട്? നമ്മൾ ആർക്കും ഭാരമാവണ്ട. എനിക്കിപ്പോ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ സുധാകരന്റെ 25,000 രൂപ തിരിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ആരും ഇല്ലേ ഇവിടെ? ആരെ ഈ സമയത്ത്? ആരാ? ഞാനൊരിത്തിരി ദൂരേന്ന് വരിക. നമ്മുടെ ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് ഏതാ? ആരാ മോളെ? ലോട്ടറി ഏജന്റ് കബീറിന്റെ വീട് തിരക്കിയ ഒരാള്. ആ, നിങ്ങളെ വീടായത്? അത് കൊള്ളാം. എന്നിട്ട് എന്നെ അറിയില്ല? കണ്ടിട്ടുണ്ട്. കബീറിന്റെ വീട് ഇവിടെ അടുത്തല്ലല്ലോ, ആറ്റോ ചെക്ക് പോസ്റ്റിന്റെ പിന്നിലാ. എന്നിട്ട് ആരോ പറഞ്ഞു ഇവിടെയാണെന്ന്. മോളെ, ഒരു ഗ്ലാസ് വെള്ളം തരൂ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക. ഇരിക്കേ. ഇരിക്കണില്ല, അവനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. മോളാ? ആ, ഒറ്റ മോളേ ഉള്ളൂ. നിങ്ങൾ 2 ആള് മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ ചേട്ടന്റെ ഭാര്യയോ? അവൾ
അവള് മരിച്ചുപോയി. എങ്ങനെ? ആ കാര്യമൊക്കെ പറയാണ്ടിരിക്കാ ഭേദം. ഗുജറാത്തില് കലാപുണ്ടായി. ഒരു കൂട്ടര് കത്തിയും കട്ടാരായിട്ട് വന്ന് വീണ്ടും തീ വെച്ചു. അവളാ തീപ്പെട്ടു. എന്റെ കയ്യുണ്ട്. കഷ്ടം. ഈ മനുഷ്യന്മാർക്ക് എന്താ സ്നേഹിച്ച് ജീവിക്കാണ്ട് വെട്ടും കുത്തും തീവെപ്പും. അല്ല ഇവിടെ എങ്ങനെ ഒന്ന് വിട്ടു? അത് പിന്നെ മോളുടെ അമ്മ അവിടുത്തെ കാര്യം ഞങ്ങളെ സ്നേഹിച്ചു കൂടിയാ. അവിടെ ഞങ്ങക്ക് ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അവള് കത്തിക്കരിഞ്ഞ് നാട്ടിൽ ജീവിക്കണ്ടെന്ന് തോന്നി വിട്ടു. ഒരു ലോറിക്കാരനാ നാട്ടിലെത്തിച്ച്. ഇവിടെയാ നാട്? നാട് ഗുരുവായൂരാ. ചെറുപ്പത്തിലേ നാട് വിട്ടതാ. 10-25 വർഷമായി. തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടായില്ല. വെള്ളം അങ്ങനെ വളയാറ് ഒന്ന് അച്ഛൻ എന്തിനാ ഈ പഴമ്പുരാണം പറഞ്ഞോണ്ടിരിക്കണം? അങ്ങേർക്ക് പോണ്ടല്ലേ? സാരമില്ലെന്നേ. ഞങ്ങക്ക് സാരമുണ്ട്. അച്ഛന് സുഖമില്ലാണ്ടിരിക്കുക. മോള് മിടിക്കാട്ടാ. മിടുമിടുക്കി. എന്താ പേര്? നിങ്ങൾ കബീറിനെ അന്വേഷിച്ചു വന്നാണോ അതോ എന്റെ പേര് നാളും അറിയാൻ വന്നാണോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് പരിചയപ്പെടുന്നേ. രാത്രിയാണോ പരിചയപ്പെടാൻ വരണേ? നിങ്ങൾ പോണം. അതെ, ലോറിപ്പേട്ട കിടന്ന് ചിരിച്ചു കളിക്കുമ്പോ ഓർക്കണം. എന്താ സുധാകര, നിന്റെ വീട് ഇവിടെയാ? ഇതും എന്റെ ഒരു വീടാ. അല്ല, ഗിരി എന്താ ഇവിടെ? അത് നിന്നോട് പറയണം. വെറുതെ കയറി ഒട്ടണ്ട, ശരീരം ചീത്തയാവും. വിടറാ വിടറാ, ശരീരത്തിന് വിടറാ. ഇവനോട് താരാ? നിന്റെ അച്ഛൻ, എന്ത്? നിന്റെ തന്ത. ഓടാ നായിന്റെ മോനെ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. എന്തോല്ല ബന്ധുലോർത്തല്ല പെട്ടാണ്. ഇതെന്ത് പറ്റിയതാ പീതാംബര? ഇന്നലെ ഗിരിയേട്ടൻ ഒരാളെ തുടക്കി. അവര് വണ്ടിയുടെ ഗ്ലാസും തല്ലി പൊട്ടിച്ചു. ഗിരിയേട്ടനെ തല്ലി തവിട് കൂടിയാക്കി. അവനോടുണ്ട്. അകത്തുണ്ട്. മോങ്ങാതെ പറയണ പട്ടി. ആരാ നിന്റെ ദേഹത്തോട്ട്? ആരാ നമ്മുടെ വണ്ടി തൊട്ട്? വാളയാറുള്ള സുധാകരൻ. നീയാണോ സുധാകരൻ? എന്റെ കൂടപ്പുറപ്പിനെ കൈവച്ചത് നീയാണോ? ഞാനാ. അസമയത്ത് എന്റെ പെണ്ണിന്റെ വീട്ടിൽ കയറിയ കൈവയ്ക്കല്ല, കൊല്ലും. നിന്റെ പെണ്ണോ? നീ കെട്ടിയ പെണ്ണൊന്നും അല്ലല്ലോ. ഞാൻ അവളുടെ വീട്ടിൽ കയറും, വേണ്ടി വന്ന അവളെ അവിടുന്ന് പൊക്കും. നീ എന്ത് ചെയ്യും? നീ ആണാണെങ്കി അവളെ ഒന്ന് തൊടും. ദേ അവിടെയുണ്ട് അവള്. വേഗം വീട്ടിൽ പോകും. വാ, ചാരോട്ടം ഉണ്ടാക്കാം. ഞാൻ ആണാണെന്ന് അറിയണമെങ്കിൽ നീ വാ. അപ്പോഴെനിക്കറിയാം ഇത് വലിയ പുലിവാലാവുന്നു. നിങ്ങൾ സമാധാനിക്കരായിട്ടാ. മറ്റവനെ പോലെ അല്ല ഇവൻ. ഈ ചന്ദ്രനെ, ഇവൻ ആൾ ഇത്തിരി മര്യാദ ഉള്ളവനാ. അതുകൊണ്ട് എന്താ കാര്യം? സുധാകരൻ ഇനി വെറുതെ എനിക്ക് തോന്നുന്നു. വന്നു.
തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ചന്ദ്ര, രാജേട്ടനും മോളും മഹാപാവങ്ങളാ. നീയായിട്ടൊരു പെണ്ണിന് മാനക്കേട് ഉണ്ടാക്കരുത്. പറഞ്ഞ വാശിപ്പുറത്താണ് ഞാൻ ഈ കുട്ടിയുടെ കൈ പിടിക്കാൻ നോക്കിയത്. അതിന് എന്നോട് ക്ഷമിച്ചേക്ക്. നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ തീർത്തു പോവും. പിന്നെ ഞാനും എന്റെ മോൾ അനുഭവിക്കണം. അറിയോ? അതിന് ഞാൻ ഇടവരത്തില്ല. നിങ്ങളുടെ അവസ്ഥയോടെ ആളുകൾ പറഞ്ഞു കേട്ടു. നിങ്ങളുടെ മോളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ? എന്താ വിരോധമുണ്ടോ? ഇതും വാശിപ്പുറത്താണോ അല്ലെങ്കിൽ സഹതാപം? രണ്ടുമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട്. എന്റെ കാര്യങ്ങള് രാഘവനറിയാം. രാജേട്ടാ, നിങ്ങളുടെ ഭാഗ്യ, സംശയിക്കേ വേണ്ട. സുധാകരൻ സമ്മതിക്കില്ല. ഒരു 25,000 രൂപയ്ക്ക് അവൻ ഞാൻ കടക്കാരനാ. 25,000 പകരം 50,000 കൊടുക്കാവന്. ഇതും വാശിപ്പുറത്ത് പറയണമല്ല. എന്നെ വിശ്വാസമാണെങ്കിൽ ഞാൻ വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോ ഈ നിമിഷം. ചന്ദ്ര, അമ്മായി അവരിങ്ങനെ പുറത്തെടുത്താതെ ഈ വിളക്കിലൊരു തിരിട്ട് കൈ പിടിച്ചകത്തേക്ക് ഏറ്റേ. ബാക്കി ആരൊക്കെ പിന്നെ. ജാതിയോ മതോ കുടുംബം ഒന്നും ഞാൻ നോക്കണില്ല. സന്തോഷത്തോടെ സ്വീകരിച്ചേനെ. പക്ഷെ ഇതേതോ തെരുവീന്നോ? ആരമ്മയോട് പറഞ്ഞേ? പിന്നെ എവിടുന്നാടാ? ലോറി പേട്ടനോ അല്ലെങ്കിൽ വല്ല വ്യഭിചാരശാലോ? തിണ്ടിത്തരം പറയരുത്. അല്ലെങ്കിൽ പറയടാ, പിന്നെ എവിടുന്നാ? വാളയാർ ഞാനറിയാത്ത സ്ഥലമൊന്നല്ല. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് അവിടെ. കഥകളൊക്കെ എനിക്കറിയാം. നീ ഇനി കഥ ഉണ്ടാക്കണ്ട. കഥ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ നിന്റെ ഭാര്യനെ കുറിച്ച് ഒരു 100 കഥ ഞാൻ ഉണ്ടാക്കി തരാം. കാണോ? അടിച്ചിട്ട് പല്ലിയ പ്രേമ മോനെ പേടിപ്പിക്കല്ലേ. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. വണ്ടി പണി ചെയ്യണോ ഇട്ടിച്ചെന്നെ മൂക്കാൻ വേണ്ടടാ. ഇറങ്ങണ പുറത്ത്. എന്റെ വീട്ടിൽ വേണ്ട. പിന്നെ നിന്റെ വീടാണെന്നും പറയണ്ട. ചന്ദ്രേട്ടൻ ചോര നീരാക്കിണ്ടാക്കിയ വീടാ. അത് ഓർത്തോ. അമ്മ എന്താ തീരുമാനിച്ചേക്കണേ? എന്തൊക്കെയായാലും അവൻ കിട്ടിയ പെണ്ണല്ലേ, സ്വീകരിക്കേണ്ടി പറ്റുമോ? സ്വീകരിച്ചോ. പക്ഷെ ആ നിമിഷം ഞാൻ രാജീവ് ഇവിടുന്ന് ഇറങ്ങും. സുധ ഇങ്ങോട്ട് വരാൻ പോണില്ല. സമൂഹത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു നിലയും വിലയുണ്ട്. അതമ്മ മറക്കണ്ട. വാ പോവാം. പോവേ? ആ പോവാന്ന് തന്നെ പറഞ്ഞേ. എന്തേ? എന്റെ വീട് ചെറുതാ. അവിടെ വന്ന് താമസിക്കാൻ വിരോധമുണ്ടോ? നീ ചൂടാവേണ്ട കാര്യം പറ. കാര്യം വേറൊന്നുമല്ല. ഏട്ടൻ കല്യാണം കഴിച്ചാലോ ഞങ്ങളൊന്നും അറിയിക്കാതിരുന്നല്ലോ ഒന്നും ഞങ്ങൾക്ക് വിഷമില്ല. അത് ഏട്ടന്റെ ഇഷ്ടം. ഇവിടെ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ സുധയും ഭർത്താവും വരും, അവരുടെ ബന്ധുക്കൾ വരും, സരോജിനി എടുത്തി വരും. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാവും. അവർക്കൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊരു ബുദ്ധിമുട്ട്? അത് ഏട്ടൻ അറിയാലോ. ഇവരുടെ മുന്നിൽ വെച്ച് പച്ചയായിട്ട് പറയിക്കണോ? എനിക്കറിയില്ല. തെരുവിന്ന് ഒരു തേവടി പൂജയായി കെട്ടിക്കൊണ്ടുവന്ന മാനക്കേടുണ്ടാവില്ല സാർമാർക്ക്. മൂത്താണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കട്ടോ. ഒരു അക്ഷരം വേണ്ടി അടിച്ചിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. പോടാ, പുറത്തേക്ക് പോ. ഞങ്ങളാരും പറയണതല്ല, നാട്ടുകാർ പറയണതാ. പറഞ്ഞോട്ടെ. ഇവള് പട്ടിയോ പൂച്ചയോ ആരോ ആയിക്കോട്ടെ, എന്റെ പെണ്ണ, നിന്റെ ഏട്ടത്തിയ. രാജിയെ പോലെ ഇവക്കും ഇല്ലടാ ഇവിടെ ഒരു സ്ഥാനം. ഞാൻ പറയുമ്പോ ഏട്ടന് വിഷമം തോന്നരുത്. എനിക്ക് ഈ നാട്ടിൽ ഇപ്പൊ ഒരു നിലയും വിലയുണ്ട്. ഇത്രയും നാള് ഏട്ടനെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. അതുപോലെ അല്ല ഇത്. ഞങ്ങൾക്ക് ഇവിടെ തലപൊക്കി നടക്കണം. ശരിയാ മോനെ, ഏട്ടനൊന്നും ആലോചിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു, പഠിപ്പുണ്ട്, പദവിയുണ്ട്. ഏട്ടനൊന്നും ആലോചിച്ചില്ല. എന്നെ തിരിച്ചുകൊണ്ട് വിട്ടാ മതി. എങ്ങോട്ട്? ഞാൻ പോയിക്കോളാം. തിരിച്ചുകൊണ്ട് വിടാനല്ല നിന്നെ വിളിച്ചോണ്ട് വന്ന്. ഈ ലോകം വീണ് നിർത്തോട്ടെ. ഞാനുണ്ട് നിനക്ക്. അമ്മ, അമ്മയ്ക്ക് മാനക്കേട് കാണും. അമ്മ ഇതെന്ത് തീരുമാനിച്ചിട്ടാ? അമ്മേ, ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങും. സുധേ പിന്നെ ഇങ്ങോട്ട് വരുന്നു വിചാരിക്കണ്ട. ആരും വേണ്ട, എനിക്കെന്റെ മോൻ മാത്രം മതി. മോളെ, വേണ്ടമ്മേ, അമ്മയുടെ മനസ്സ് മാത്രം മതി ഞങ്ങൾക്ക്. അമ്മയാ പറയണത്. മോളിത് പിടിക്ക, എന്നിട്ട് വലതുകാലം വെച്ച് കയറുക. അനുസരണക്കേടാന്ന് വിചാരിക്കരുത്.
അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. ഇപ്പോ എനിക്ക് അമ്മയുണ്ട്. അമ്മേന്റെ മോളെന്ന് വിളിച്ചില്ലേ, അത് മതി എനിക്ക്. എവിടെയാണെങ്കിലും ഞങ്ങൾ അമ്മയുടെ കൂടെയുണ്ട്. ഇവിടെ വീട്ടിൽ കയറിയ അമ്മയുടെ 3 മക്കളും അമ്മ വിട്ടു പോവും. അത് പാടില്ല. എല്ലാവരും ഉണ്ടാവണം അമ്മയ്ക്ക്. എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അമ്മ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. നന്നായി വരും, എന്റെ മക്കളെ നന്നായി വരും. മതി. സന്തോഷമേ. ഇനി ഞങ്ങൾ പോട്ടെ. ഈ അമ്മ എത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ. പോട്ടടാ. നിങ്ങൾ ആരും ഒരു വേദനയോ വിഷമോ അപമാനോ ഒന്നും സഹിക്കരുന്ന് കരുതിയാ ഏട്ടനീ പെടാപ്പാടെല്ലാം പെട്ടത്. അതിനാ ഈ ചീട്ടുകളിക്കാരനും തെമ്മാടിയായിട്ടൊക്കെ ജീവിച്ചത്. 10 പേര് കത്തിയും കടാരായിട്ട് വന്നാ ഏട്ടൻ ഒറ്റയ്ക്ക് നിൽക്കും, പതറില്ല. പക്ഷേ നിന്റെ വാക്കുകളുടെ മുന്നില് ഏട്ടൻ തോറ്റുപോയി.